അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. പ്രതിരോധയാത്ര ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് പര്യടനം. ലുലുവിലാണുള്ളത്. ലുലുവിൽ ഇപ്പോൾ SKN-നെ ആദരിക്കുകയാണ്. ലുലുവിന്റെ ആദരവാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുത് ലഹരി, അരുത് അക്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരളം ഒട്ടാകെയുള്ള യാത്ര വലിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല പൊതുജനത്തിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് ആ യാത്ര അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എത്രത്തോളം വലുതാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ കൂടി, വളരെ ഗ്രൗണ്ടിൽ നിന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിയുന്നു ആ യാത്രയ്ക്ക്. SKN ലുലുവിന്റെ ആദരവ് ഏറ്റുവാങ്ങും. പ്രിയമുള്ളവരെ, 12 കൊല്ലം 22 കോടി മനുഷ്യർ കടന്നുപോയ സ്ഥാപനം, അതിൽ 22 കോടി 1,01,000 ആളായിട്ട് ഞാനിവിടെ മെട്രോ റെയിൽ ഇറങ്ങി എന്നുള്ളതാണ് ഒരു ചരിത്ര നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. 12 കൊല്ലം കടന്നുപോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, MA യൂസഫ് അലി എന്ന നമ്മളറിയുന്ന വ്യവസായി, പ്രവാസി വ്യവസായി, ശരിക്കും ഒരു ചരിത്ര പാഠപുസ്തകമാണ്. നാട്ടിൽ നിന്നൊരു സാധാരണക്കാരനായി മണലാരണ്യങ്ങൾ ഇറങ്ങുകയും ഇത്രയും കാലം കഠിനാധ്വാനത്തിലൂടെ മാത്രം, അതിന് വിജയത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ എന്നെല്ലാവർക്കും അറിയാം. ആ കഠിനാധ്വാനത്തിലൂടെ രാജ്യം മുഴുവൻ, അതല്ല 24-25 രാജ്യങ്ങളിൽ ഇന്ന് ലുലു സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തെ പൗരപ്രമുഖന്മാരെല്ലാം ഈ ഒരു നാട്ടിലൊരു സാധാരണക്കാരൻ മനുഷ്യൻ നടന്നു കയറിയ വഴികൾ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അതിലൊരാളായിരുന്നു ഞാനും. ഇത്ര കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുക, ആ സംരംഭങ്ങളെല്ലാം ഒരൊറ്റയാൾ പട്ടാളം പോലെ കൊണ്ടു നടക്കുക, ഇതൊക്കെ MA യൂസഫ് അലി എന്ന് പറയുന്ന അധികായന് മാത്രം വിധിച്ചിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഞാൻ 24-ന് വേണ്ടി അഭിമുഖം നടത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഗൾഫ് നാടുകളിലൊക്കെ വന്ന് വല്ല ഊരാക്കുടുക്കിലൊക്കെ ഏതെങ്കിലും മലയാളി പെട്ടുപോകുമ്പോൾ അവർക്ക് ഫോൺ ചെയ്യാൻ അവിടെ ഒരാളേ ഉള്ളൂ, MA യൂസഫ് അലി. ജയിലിൽ പെട്ടുപോയാലും പുറത്തിറക്കാൻ അവിടെ ഒരാളുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ഇത് ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും, ആവർത്തനങ്ങളുണ്ടാവും. ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ചെറിയ കാര്യത്തിനൊക്കെ ജയിലിലാകാറുണ്ട്. അപ്പോൾ ജയിലിൽ നിന്ന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്യും. ബോറടിക്കരുത്, കാരണം അവിടെ അവർക്ക് ആശ്രയിക്കാൻ ഒരു യൂസഫ് അലി ഉള്ളൂ എന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകരുത് എന്ന് ഞാനൊരു ലൈവ് സംപ്രേഷണത്തിലാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നോട് നല്ല ചങ്ങാത്തത്തിലുള്ള വളരെ കുറച്ച് വ്യവസായികളിൽ ഒരാളാണ്. കാരണം ഞാൻ പലപ്പോഴും ഒരു വാർത്താ അവതാരകൻ്റെ കുപ്പായത്തിൽ കയറിയിരിക്കുന്നതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ കുറച്ചൊരു അകലം പാലിച്ച് നടക്കും. കാര്യം നാളെ ഒരു വാർത്ത വന്നാൽ നമുക്ക് സംപ്രേഷണം ചെയ്യണമെങ്കിൽ ഇവരുമായിട്ടൊരു കുറച്ചൊരു സൗന്ദര്യപരമായ അകലം നമുക്ക് വേണം. പക്ഷേ ഞാനൊരു അകലവും അദ്ദേഹത്തോട് പാലിച്ചിട്ടില്ല, അതേ ഒരകലവും എന്നോട് പാലിക്കാറും ഇല്ല. അത് ഒരുപക്ഷെ അദ്ദേഹത്തിലുള്ള ഒരു നന്മയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഈ 12 കൊല്ലത്തിന് മുമ്പ് ഈ ലുലു മാളിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഇത്രയും വലിയൊരു മാളൊക്കെ കൊച്ചി പോലൊരു നഗരത്തിൽ വന്നാൽ അത് വിജയിക്കുമോ എന്നൊക്കെ ഒരു വ്യവസായ വിരോധം കൊണ്ടല്ല, ഒരു വിവരക്കേട് കൊണ്ട് ഞാൻ യൂസഫ് അലി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. പക്ഷേ അത് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു ഞാനിത് എത്ര കണ്ടതാ എന്നുള്ള ഒരു ചിരി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും തിരുവനന്തപുരത്തെ മാളിൽ നമ്മൾ ചെന്നായിരുന്നു. അവിടെയും ഒരുപാട് ജനസാമാന്യത്തെ കണ്ടു, ഒരുപാട് മനുഷ്യർക്ക് ഉപകാരമാകുന്നു. മാത്രമല്ല, കോഴിക്കോട്ടെ മാളും നിങ്ങൾക്കറിയാം, അതുകൂടാതെ കോട്ടയത്തുമൊക്കെ പുതിയ മാളുകൾ വന്നു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ, ഈ കഴിഞ്ഞ 14-ാം തീയതി ആണ്, ഏതാണ്ട് 10-14 ദിവസം കടക്കുന്നു. ഈ യാത്ര തുടങ്ങുമ്പോൾ ഈ കേരളത്തിലെ ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇത്ര കൂടുതൽ ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കേരളത്തിലുള്ള ഒരു പ്രശ്നമാണിത്. എന്നാൽ നമ്മളൊരു 6 ജില്ലകൾ കടന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഈ രാസലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ, പത്തനംതിട്ട ജില്ലയിലൊക്കെ വളരെ കൂടുതലാണ്. എറണാകുളം ജില്ലയും അതിൽ മത്സരിക്കുകയാണ് 1-ാം സ്ഥാനത്തെത്താൻ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പോലീസ് ഓഫീസേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ശ്രീ TM മഞ്ജു ആണല്ലേ, മഞ്ജു, ഇദ്ദേഹം എനിക്ക് വളരെ ആദരവുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം. കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ചാലക്കുടിയിലെ ഷീല സണ്ണി എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യം. അതായത് അവരെ ഒരു ട്രാപ്പിലാക്കിയിട്ട് 72 ദിവസമാണ് നമ്മൾ തടവിലിട്ടത്. അവരുടെ ജീവിതത്തിൽ നിന്ന് 72 ദിവസം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പറിച്ചെറിഞ്ഞു കളഞ്ഞു. ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഈ 72 ദിവസം ആര് മടക്കി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരമില്ല.
ഈ മനുഷ്യനാണ് ശരിക്കും സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തി ചാലക്കുടിയിലെ ഈ ഷീല സണ്ണിയെ ജയിലിന് പുറത്തെത്തിച്ചത്. ശരിക്കും നമ്മളിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് നാട് നീളം നടന്ന് സ്വീകരണം വാങ്ങാൻ പറ്റില്ല. പക്ഷേ എന്നാലും ചിന്തിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കെട്ടിയ ഒരു തീപ്പന്തമാണ് ഈ DYSP എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ നിങ്ങൾക്ക് 1 മണിക്കൂർ പോലും നിങ്ങൾക്ക് ജയിലിൽ കിടക്കാൻ പറ്റില്ല. കാര്യം ആൾ പറയാം അവിടെ നല്ല ചിക്കനുണ്ട്, പുട്ടുണ്ട്, പപ്പടം ഉണ്ടെന്ന് പറയും. ജയിലിൽ പോയി കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഒരു 10 മിനിറ്റ് നമ്മൾ കഴിഞ്ഞാൽ പെട്ടെന്ന് അസ്വാതന്ത്ര്യം എന്ത് എന്ന് നമുക്ക് ആ നിമിഷം മനസ്സിലാകും. അങ്ങനെ ഒരു പാവപ്പെട്ട സ്ത്രീ 72 ദിവസം കുരുക്കിയിട്ടു. കോടതി മുറിയിൽ നിന്ന് അവർക്ക് ജയിലറെ സമ്മാനിക്കുമ്പോൾ ഒരിക്കലും ആ വിധി എഴുതിയ ആൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സ്ത്രീ നിരപരാധിയാണെന്ന്. പക്ഷേ അപരാധിയുടെ കുപ്പായം അണിഞ്ഞ് അവർ ജയിലിൽ കിടന്നത് 72 ദിവസങ്ങളാണ് എന്ന് മറന്നു പോകരുത്. ഈ അവരുടെ നഷ്ടപ്പെട്ടു പോയതൊന്നും ഇനി മടക്കി കൊടുക്കാൻ ആർക്കും കഴിയില്ല. അവരിപ്പം ചെന്നൈയിലെ ഒരു വീട്ടിൽ എനിക്ക്